PMC പദ്ധതിയിൽ ഒപ്പിട്ടത് കേരളത്തിൻ്റെ പ്രധാന നയം മാറ്റമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്നതിനെതിരായ തന്ത്രപരമായ തീരുമാനം മാത്രമല്ല ഈ ഒപ്പിടൽ എന്നർത്ഥം. PMC പ്രോജക്റ്റിൻ്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. PMC പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട. RSS പദ്ധതി എന്നായിരുന്നു CPM-ഉം LDF സർക്കാരും ഇതുവരെ കേരളീയരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ആ നിലപാട് ലോകാവസാനം വരെ തുടരാനാകില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഒരു നയത്തിൽ മാത്രം നിന്ന് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണ്ടേ? ലോകബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല എന്ന ആദ്യകാല നിലപാട് പിന്നീട് മാറി. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങളിൽ നയം മാറ്റങ്ങളുണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് PMC പദ്ധതിയിൽ ഒപ്പിട്ടത് എന്നാണ് ശിവൻകുട്ടി വിശദീകരിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത്. ഈ നയം മാറ്റത്തിൻ്റെ നടപടിക്രമങ്ങളും ശിവൻകുട്ടി വിശദീകരിച്ചു. അത് ഇങ്ങനെയാണ്. NEP-യുടെ ഭാഗമായ PMC പദ്ധതിയെക്കുറിച്ച് ആശങ്കകളുണ്ടായിരുന്നു. അതേക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി. കേന്ദ്രം പറഞ്ഞു, കരാറിൽ ഒപ്പിടേണ്ട, പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു കത്ത് നൽകിയാൽ മതി. സംസ്ഥാന തലത്തിൽ ഒരു അക്കാദമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും ആ കമ്മിറ്റി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് എങ്ങനെ നടത്താനാകും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന നിലയിൽ കേന്ദ്രത്തിന് അഫിഡവിറ്റ് കൊടുത്തു. അതിൻ്റെ പേരിൽ ആ വർഷം കാശ് കിട്ടി. അതിനുശേഷം കേന്ദ്രം നിലപാട് കർശനമാക്കി. തീരുമാനമെടുത്തില്ലെങ്കിൽ കാശ് തരില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മുന്നറിയിപ്പ് നൽകി. പണം നഷ്ടമാകാൻ പാടില്ല എന്നതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി എന്നാണ് ശിവൻകുട്ടി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തി നേടിയെടുത്ത നയംമാറ്റമാണ് PMC പദ്ധതിയിലൂടെ LDF സർക്കാർ ഒളിച്ചു കടത്തുന്നത് തന്നെ. കാരണം PMC ധാരണാപത്രം ഒപ്പിടുന്നതുവരെയുള്ള നടപടികൾ ചില CPM മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല. മുന്നണിയിലെയും മന്ത്രിസഭയിലെയും മറ്റെല്ലാവരെയും ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ട നിഗൂഢ കരാറാണിത് എന്ന് ബിനോയ് വിശ്വം തന്നെയാണ് സൂചിപ്പിച്ചത്. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. 2 തവണ ക്യാബിനറ്റിൽ PMC അജണ്ടയിൽ വന്നു. 2 തവണയും നയപരമായ തീരുമാനങ്ങൾക്കായി മാറ്റിവെച്ചു എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. അത്തരമൊരു കരാറിലാണ് ഒരു സുപ്രഭാതത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ ഡൽഹിയിലേക്ക് അയച്ച് ഒപ്പിട്ടത്. കേന്ദ്ര ഭീഷണിക്ക് വഴങ്ങുന്നതിന് മുൻപ് നേരിയ പ്രതിരോധം പോലും ഉയർത്തിയില്ല എന്നു മാത്രമല്ല, സ്വന്തം ഘടകകക്ഷികളെപ്പോലും അറിയിക്കാതെ CPM-ഉം കേന്ദ്രവും തമ്മിലുള്ള തന്ത്രപരമായ ഇടപാടായി PMC മാറിയത് എന്തുകൊണ്ടാണ്? ഒക്ടോബർ 16-ന് ഒപ്പിട്ട MOU 22-ാം തീയതി നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും മറച്ചുവെച്ചു. 16-ാം തീയതി ഒപ്പിടുന്നതിന് മുൻപേ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരിക്കാമല്ലോ. CPM-ലെ ചുരുക്കം ചിലരല്ലാതെ അക്കാര്യം ആരും അറിഞ്ഞില്ല എന്നത് അത്യന്തം ദുരൂഹമാണ്. MOU-വിലെ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അപ്പോൾ വ്യവസ്ഥകൾ പരിശോധിക്കാതെയാണോ MOU ഒപ്പിട്ടത്? ഒപ്പിടുന്നതിന് മുമ്പല്ലേ ചർച്ച വേണ്ടിയിരുന്നത്? സംസ്ഥാന താൽപ്പര്യത്തിനനുസരിച്ച് പദ്ധതി നടപ്പാക്കാമെന്ന ഉറപ്പ് കേന്ദ്രം നൽകിയിട്ടുണ്ടോ? PMC-യുടെ പേരിൽ സമഗ്ര ശിക്ഷാ ഫണ്ട് തടഞ്ഞുവെക്കുന്ന സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാരിൻ്റെ നീചമായ സമ്മർദ്ദ തന്ത്രമാണ്. അത് അനിശ്ചിതകാലത്തേക്ക് തുടരാനുമാകില്ല. അത്തരം ഉപരോധങ്ങളെ നേരിടാനുള്ള നിയമപരമായ വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. PMC പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ ഫണ്ട് നൽകില്ല എന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടിക്കെതിരെ കേരളം എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയില്ല? ഈയൊരു ഒപ്പിനോടൊപ്പം ചുവപ്പ് പരവതാനി വിരിച്ചാനയിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം അത്ര അപകടം പിടിച്ച സംഗതിയല്ല എന്നൊരു തിരുത്തൽ കൂടി CPM സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് കേന്ദ്രം പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് കേരളത്തിൽ ഇറക്കും എന്ന തെറ്റിദ്ധാരണയായിരുന്നു പാവം സംസ്ഥാന സർക്കാരിന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പാഠ്യപദ്ധതി മാറില്ല. മോദിയുടെ പടം വയ്ക്കണമെന്ന് നിർബന്ധമില്ല.
കേരളത്തിന് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം മതി. ഇത്രയും നല്ലൊരു നയത്തെയാണല്ലോ ഇത്രയും കാലം പടിക്ക് പുറത്ത് നിർത്തിയത് എന്നൊരു ഖേദം കൂടി ശിവൻകുട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് NEP-യിൽ എന്താണ് കുഴപ്പം എന്ന് മന്ത്രി ചോദിച്ചത്. എന്നാൽ വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് സ്വന്തം ഓർമ്മ വീണ്ടെടുത്താൽ മന്ത്രിക്ക് മനസ്സിലാകും. അത് കേരളത്തിനൊരു വിദ്യാഭ്യാസ നയമുണ്ട്, പണ്ട് മുതലുള്ളൊരു നയമാണ്. ആ നയത്തിൽ നിന്നൊന്നും നമ്മൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ലബോറട്ടറി എന്നാണ് PMC പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം സമ്പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള വ്യവസ്ഥയാണിതെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. NEP എത്രത്തോളം മികവോടെ നടപ്പാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PMC സ്കൂളുകളുടെ മൂല്യനിർണ്ണയം നടത്തുക. ആ നിലയ്ക്ക് NEP-യെ കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചാണ് നടപ്പാക്കുക എന്ന വാദത്തിന് എന്തർത്ഥമാണുള്ളത്? ഇനി അത്തരമൊരു ഉപാധി കേരളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടോ? അതിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടോ? സംസ്ഥാന താൽപ്പര്യം സംരക്ഷിക്കാൻ കേന്ദ്രത്തിന് ഉദ്ദേശ്യമുണ്ടായിരുന്നുവെങ്കിൽ ഭീഷണിയും ഭരണഘടനാ വിരുദ്ധമായി ഫണ്ട് തടഞ്ഞു വയ്ക്കലും പോലുള്ള സമ്മർദ്ദങ്ങൾ പ്രയോഗിക്കുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സെലക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ എന്നത് അനുവദിക്കപ്പെടില്ല എന്നുറപ്പാണ്. സമഗ്ര ശിക്ഷാ ഫണ്ടിൻ്റെ കുടിശ്ശികയും 2 വർഷത്തെ PMC ഫണ്ടുമടക്കം കേരളത്തിന് കിട്ടാൻ പോകുന്നത് 1476 കോടി രൂപയാണ്. മാത്രമല്ല 2027 അവസാനിക്കുന്ന ഈ പദ്ധതിക്ക് മുൻവർഷങ്ങളിലെ കുടിശ്ശിക കിട്ടുകയുമില്ല. 40% തുക സംസ്ഥാനം വഹിക്കേണ്ടതിനാൽ കേരളത്തിന് തുച്ഛമായ തുകയാണ് PMC വഴി കിട്ടുക. അതിന് കേരളം കൊടുക്കേണ്ടത് വലിയ വിലയാണ്. PMC-ന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും തരുമോ കാശ്? അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല PMC-യിൽ ഉള്ളത്. കരിക്കുലം, പാഠ്യപദ്ധതി, സിലബസ്, അധ്യാപക നിയമനം, മൂല്യനിർണ്ണയം, മേൽനോട്ടം തുടങ്ങി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സകല മേഖലകളിലും സമഗ്ര കേന്ദ്ര ഇടപെടൽ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി. സംസ്ഥാനത്തെ മറ്റു സ്കൂളുകളുടെ മേൽ പരോക്ഷ നിയന്ത്രണം സാധ്യമാക്കുന്ന ഒന്നാണ് PMC സ്കൂളുകൾക്കുള്ള മെന്റർഷിപ്പ്. പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നയത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ കേരളത്തെ കാത്തിരിക്കുന്നത് ഇതിലും രൂക്ഷമായ സാമ്പത്തിക, അക്കാദമിക ഉപരോധങ്ങളായിരിക്കുമെന്നത് ഉറപ്പാണ്. സ്വന്തം മുന്നണിയെപ്പോലും വിശ്വാസത്തിലെടുക്കാതെ കീഴടങ്ങിയ ഒരു സർക്കാർ സംവിധാനം ഭാവിയിൽ എന്ത് ചെറുത്തുനിൽപ്പ് നടത്താനാണ്? BJP സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ ബ്രാൻഡിംഗ് ആണ് PMC പദ്ധതി. ഒരു രാജ്യം ഒരു സ്കൂൾ എന്ന ഫെഡറൽ വിരുദ്ധമായ വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് ഇന്ത്യയിലെ 14,500 സ്കൂളുകളെ കൊണ്ടുവരികയാണ്. വിദ്യാഭ്യാസ ബജറ്റിൻ്റെ നല്ലൊരു ശതമാനം ഫണ്ട് ഏതാനും സ്കൂളുകൾക്ക് മാത്രമായി നീക്കിവെക്കുന്നു. സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾക്കായിരിക്കും മുൻതൂക്കം. കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ, നവോദയ വിദ്യാലയ സമിതി തുടങ്ങിയ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് മുൻതൂക്കമുള്ള സമിതിയാണ് പദ്ധതിയിലേക്കുള്ള സ്കൂളുകളുടെ പരിശോധന നടത്തുക. കേന്ദ്ര ഇടപെടലോടെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രിവിലേജ് സ്കൂളുകൾക്ക് കേരളം മുന്നോട്ട് വയ്ക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുമായി ചേർന്നു പോകാനാകുമോ? ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാന താൽപ്പര്യങ്ങൾക്കനുസൃതമായി നടപ്പാക്കാൻ കഴിയുന്ന ഫെഡറൽ നയമല്ല. അതിനു പുറകിൽ വ്യക്തമായ രാഷ്ട്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട്. അതിനെതിരെ രാഷ്ട്രീയവും നിയമപരവും ഐഡിയോളജിക്കലുമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവേണം സംസ്ഥാന താൽപ്പര്യം സംരക്ഷിക്കാൻ. അതിനു വേണ്ടത് കേരളത്തിലെ 336 സ്കൂളുകൾ PMC പദ്ധതിയിൽ ഇല്ല എന്ന പ്രഖ്യാപനമായിരുന്നു. ചുരുക്കത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പും ABVP-യും BJP-യുമെല്ലാം LDF സർക്കാരിന് നൽകുന്ന പൂച്ചെണ്ടും പൊന്നാടയും അറപ്പുകൂടാതെ അണിയാനുള്ള ഭരണതന്ത്രജ്ഞതയെ ഇനി ഇടതുപക്ഷമെന്ന് വിളിക്കുകയെങ്കിലും ചെയ്യരുത്. ഭരണപരമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ പല മുദ്രാവാക്യങ്ങളുമെന്ന MP ഗോവിന്ദൻ്റെ തിയറിയും വെച്ചുകൊണ്ട് RSS നയങ്ങൾക്കും BJP സർക്കാരിനുമെതിരെ ഇടതുപക്ഷ ബദൽ കെട്ടിപ്പടുക്കുമെന്നെല്ലാമുള്ള വലിയ നുണകൾ ഇനിയും ആവർത്തിക്കരുത്.